ആ പല്ലൊന്ന് കാണിച്ചാ, വെളുത്ത പല്ല് കാണിച്ച കൊച്ചിന്റെ. ഇനി എത്ര പല്ല വെളുക്കാനുള്ളത്? ഒന്നല്ല, 3 പല്ല് വെളുക്കാനുണ്ട് ഇനി. 3 പല്ലാണ് വെളുക്കാനുള്ളത്. ഓക്കെ, നമുക്കിനി പിന്നെ കാണാം. ഇനി സ്നേഹ പ്രകടനങ്ങൾ കാണാം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ബിനീറ്റ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വീട്ടിൽ പോയപ്പോൾ 2-3 ദിവസത്തെ വിശേഷങ്ങളാണ്. വീട്ടിൽ പോകുന്നതിന് മുമ്പ് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയായിരുന്നു കേട്ടോ. ഇതിപ്പം NIDയുടെ അടുത്തുള്ള വൺമാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കുട്ടികൾക്ക് വാങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ സാധനങ്ങളെല്ലാം ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കാണിക്കുന്ന ഈ ബാഗൊന്നും ഞാൻ SM സ്ട്രീറ്റിൽ പോയപ്പോഴേക്കും എൻ്റെ ഒരു കസിൻ ഇഷ്ടപ്പെട്ട് അവൾ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവന്മാർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നാട്ടിലും കിട്ടത്തില്ലെന്ന്. എല്ലാം നാട്ടിലും കിട്ടും, പക്ഷെ ഞാൻ രാത്രിയാവും എപ്പോഴും ചെല്ലുമ്പോഴേക്കും. നമ്മളവിടെ ചെല്ലുമ്പോൾ ഇതൊന്നും വാങ്ങാൻ പോകാനോ ഒന്നിനും സമയം കിട്ടാറില്ല. അപ്പം നമ്മൾ ചെല്ലുന്നത് നോക്കിയാണ് വീട്ടിൽ 2 കുട്ടികളിരിക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും വാങ്ങാണ്ട് ചെല്ലാൻ എനിക്കൊരു മടിയായിട്ടാണ്. പിന്നെ പ്രത്യേകിച്ച് ലഗേജ് ഒന്നും ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്തവണ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോയത്. ഞാൻ എപ്പോഴും വാങ്ങുന്നത് അവർ പലപ്പോഴായിട്ട് പറയുന്ന കാര്യങ്ങളാട്ടെ. ഇതെൻ്റെ എവാങ്കൂട്ടൻ കുറേ നാളെ മേമേ ക്ലേ വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് ചോദിക്കും. അതുപോലെ എബൂട്ടൻ കുറേ നാളുകളായിട്ട് എന്നോട് പറയുന്നതെന്ന് പോപ്പിറ്റ്. അപ്പോൾ അതും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ വീട്ടിലെത്തിയപ്പോൾ കാഴ്ചയായിട്ടോ ഇത് എന്നെ കണ്ടിട്ടില്ല അവർ. വീട് അലങ്കോലമായിട്ട് കിടക്കുന്ന ആരും ശ്രദ്ധിക്കേണ്ട, പിള്ളേരുള്ള വീട്ടിലെല്ലാം ഇങ്ങനെയാണല്ലോ. സർപ്രൈസ് ആയിട്ട് വന്നുകൊണ്ട് പിള്ളേർക്ക് എങ്ങനെ സന്തോഷ പ്രകടനം നടത്തണമെന്ന് അറിയില്ലായിരുന്നു. അവരുടെ പിഞ്ച് മനസ്സല്ലേ, അപ്പോൾ അവർ ആ സന്തോഷം മൊത്തം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. അല്ലെങ്കിൽ തന്നെ എപ്പോഴും വിളിച്ചിട്ട് മേമ എന്നാ വരണേ ഇങ്ങനെ ഡേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോഴൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സർപ്രൈസ് ആയിട്ട് വന്നത്. ആകെ അമ്മയ്ക്കും ചേട്ടായിക്കും മാത്രമേ അറിയാവുള്ളായിരുന്നു. ഞാൻ രാവിലെ വരുന്ന ദിവസങ്ങളാണെങ്കിൽ രാവിലെ രണ്ടുപേരും നേരത്തെ എഴുന്നേറ്റിട്ട് മേമേനെ നോക്കിയിരിക്കും. ഇങ്ങനെ ഇവർ നോക്കിയിരിക്കുന്ന ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും നോക്കിയിരിക്കാറുണ്ട്? കമന്റ് ചെയ്യണേ. കൊച്ചു എത്രാം ക്ലാസ്സിലാണ് പഠിക്കണ മോനെ? എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? നീ 2-ല്. നീ എത്രയിലാ പഠിക്കണേ? കൊച്ചു പറയും, പറ. ടീച്ചറിന്റെ പേരെന്നാ കൊച്ചിന്റെ? ലൂസി ടീച്ചറിനെ ഇഷ്ടാണോ? ആണോ? കൊച്ചെങ്ങനെയാ സ്കൂളിൽ പോവാറുള്ള? സ്കൂൾ ബസ്സിന്. പിന്നെ സ്കൂളിന്റെ പേരെന്നാ കൊച്ചിന്റെ? LKG എന്നാണോ സ്കൂളിന്റെ പേര്? എടാ സ്കൂളിന്റെ പേരെടാ, സ്കൂളിന്റെ പേരെടാ, സ്കൂളിന്റെ പേരെന്താ? LKG അല്ല മാനെ, സെന്റ് ജോസഫ് LP സ്കൂൾ. ഗുഡ് ബോയ്. ഒരു പാട്ട് പഠിക്കാൻ വെച്ച് സ്കൂളിൽ പഠിപ്പിച്ച ഒരു ഇംഗ്ലീഷ് സോങ് അറിയാം. ബിൻസിമ്മ കാണുന്നതാ, ബിൻസിമ്മക്ക് നമുക്ക് അയച്ചു കൊടുക്കാം. ഏയ് കൊച്ചിനെ അറിയാം. എബൂട്ടൻ പാടി കൊടുത്തേ. എബൂട്ടാ ചേട്ടായി ബാക്കി പാട്ട് മറന്നുപോയി. ചേട്ടായി പണ്ട് പഠിച്ചല്ലേ? ചേട്ടായി LKG ആയിരുന്നു പഠിച്ചു. ചേട്ടാ ടീച്ചർ ആരായിരുന്നു LKG ആയിരുന്നപ്പോ? ലൂസി ടീച്ചർ തന്നെ ആയിരുന്നാ? ഇപ്പൊ ചേട്ടാ എത്രയിലാ പഠിക്കണേ? 2-ല്. ടീച്ചറിന്റെ പേരെന്നാ? അഖില. അഖില സിസ്റ്ററാ. വയസ്സ് എത്രയാ കൊച്ചിന്റെ? ആ പല്ലൊന്ന് കാണിച്ചാ, വെളുത്ത പല്ല് കാണിച്ച കൊച്ചിന്റെ. ഇനി എത്ര പല്ല വെളുക്കാനുള്ളത്? ഒന്നല്ല, 3 പല്ല് വെളുക്കാനുണ്ട് ഇനി. 3 പല്ലാണ് വെളുക്കാനുള്ളത്. ഓക്കെ, നമുക്കിനി പിന്നെ കാണാം. ഇനി സ്നേഹ പ്രകടനങ്ങൾ കാണാം. രണ്ടും കണ്ട കീരിയും പാമ്പും ആണെങ്കിലും ക്യാമറയ്ക്ക് മുമ്പിൽ എന്താ ഒരു സ്നേഹ പ്രകടനം.
അണ്ണൻ തനി നാടൻ കുളകളും അണ്ണൻ തടി നാടൻ കുളകളും അപ്പൊ ഗൈസ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഇരിക്കുക അല്ലേ കൂട്ടാ? രാവിലെ കുറെ കുസൃതിയൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുവാണ്. ഇവിടെ എവർത്തും ഉണ്ട്, എവർത്ത് അല്ലേ? എവർത്തെ അവിടെ നോക്കാം, അവിടെ അവൻ ക്യാമറയിൽ അവന്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഞങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരാം. ടാറ്റാ. ഇത് പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ്. പിറ്റേ ദിവസം ആയപ്പോഴാണ് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവർക്ക് കൊടുത്തത്. എപ്പോഴും വിളിക്കുമ്പോൾ മേമേ കിൻഡർ ജോയ് കൊണ്ടുവരണം, തക്കാളി മുറുക്ക് കൊണ്ടുവരണം, അത് കൊണ്ടുവരണം, ഇത് കൊണ്ടുവരണം എന്നൊക്കെ എനിക്കൊരു ലിസ്റ്റേ തരാറുണ്ട്. അപ്പോൾ അവർക്കറിയാം എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന്. അതുകൊണ്ട് തന്നെ അവർ നമ്മളോടല്ലാണ്ട് വേറെ ആരോട് വരാൻ പറയില്ലല്ലോ. നമ്മളെല്ലാവരും തന്നെ കുഞ്ഞിൽ ഒരുപാട് ഇതുപോലുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അന്നത്തെ നമ്മുടെ വീട്ടുകാരുടെ അവസ്ഥ കൊണ്ട് നമുക്കൊന്നും നടത്തി തരാൻ പറ്റിയിട്ടുണ്ടാവില്ല. നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഒന്നും അല്ലെങ്കിലും ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവരുടെ പിഞ്ച് മനസ്സിലെ ഹാപ്പിനെസ് കാണുമ്പോൾ നമ്മൾ ഒരുപാട് ഹാപ്പി ആയിരിക്കും. ഞാൻ ക്ലേ പൊട്ടിച്ച് ക്ലേ പൊട്ടിച്ച് ഇത് മാത്രമല്ല, ഞാൻ ഇത്ര കളർ നീ പറഞ്ഞ സാധനം പിന്നെ പോപ്പിറ്റാ. എബൂട്ടനാണെങ്കിൽ പോപ്പിറ്റും കിട്ടി, യവാനെ പറ്റിച്ചിട്ട് ക്ലേയും വാങ്ങിയെടുത്ത്. പിന്നെ ഷെയർ ചെയ്ത് വേണം പഠിക്കാൻ ഞങ്ങൾ എപ്പോഴും പിള്ളേരോട് പറയും. അതുകൊണ്ട് തന്നെ ഇന്നവർക്കൊന്നും ഇല്ല, രണ്ടുപേരും മാറി മാറി യൂസ് ചെയ്യും. അന്ന് വൈകുന്നേരം ആയപ്പോൾ ഞാൻ യവാൻകുട്ടന് ഓട്സ് കൊണ്ട് കുറുക്കുണ്ടാക്കി കൊടുത്ത്. ചൂടുണ്ട്, ഊതി കുടിക്ക്. അവൻ ഓട്സിന്റെ കുറുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അത് ഉണ്ടാക്കി കൊടുത്തത്. അമ്മ ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ കാണിക്കാതെ ഇപ്പൊ ആൾക്കാർ വെച്ചാൽ കൊച്ചിന് കണ്ണിന് എന്തോ കുഴപ്പമുണ്ടെന്ന്. എവാൻകുട്ടാണെങ്കിൽ ക്യാമറ ഓൺ ആക്കണ കണ്ടാൽ ഇതുപോലെ ഓരോ കോപ്പറയങ്ങളൊക്കെ കാണിക്കും. അവനാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ എക്സ്പ്രഷൻ കിങ്. ഉച്ചയ്ക്കൊന്നും മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാഞ്ഞുകൊണ്ട് ചെക്കന് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൻ അത് കഴിച്ചു. അതായിരുന്നു അവൻ്റെ ഇന്നത്തെ ആഹാരം. അത് കഴിച്ച ആൾ പിന്നെ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുവാണ്. വീട്ടിലാണെങ്കിൽ ഞാൻ 7 മണിക്കും ഉറപ്പായിട്ടും എഴുന്നേക്കും. എന്താണെന്ന് അറിയില്ല, നേരത്തെ കിടക്കുന്നതുകൊണ്ടായിരിക്കാം നേരത്തെ തന്നെ എഴുന്നേറ്റും ശീലിക്കാറുണ്ട്. പിന്നെ പിള്ളേരുടെ ഒച്ചയ്ക്കാകുമ്പോൾ നമ്മൾ എഴുന്നേക്കും. ഈ സമയത്താണ് ഞാനിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നത്. ഇതെൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്കിൽ ഷെഡിൽ ഒരുപാട് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങും മാറ്റി വെക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയും കറിയായിരുന്നു. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നിൽക്കുവാണ്. അവന്മാർക്കാണെങ്കിൽ ഇത് കഴിച്ചിട്ട് സ്കൂളിൽ പോകേണ്ടതാണ്. ഞാൻ ആദ്യമായിട്ട് അവന്മാർ സ്കൂളിൽ പോണ ഒരു സീനൊക്കെ കാണുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കാരണം ഞാൻ ഇതിന് മുമ്പ് വന്ന് 2 മാസം മുമ്പായിരുന്നു. അന്നേരം സ്കൂളിൽ പോണ ടൈം ആയിട്ടില്ലായിരുന്നു. ചപ്പാത്തിയും കറിയും റെഡി, അവന്മാർക്ക് ഫുഡും കൊടുത്തു. മിറ്റ അടിക്കണമല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന അമ്മ. ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ മടിച്ചായല്ലോ അമ്മ. അമ്മേനെ കാണുമ്പോൾ എന്തെങ്കിലും ഇളക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. മോശമായിപ്പോയി. അത് കഴിഞ്ഞ് എവാൻകുട്ടൻ്റെ ടിഫിൻ ബോക്സ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മാൽക്കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റാണ് കൊടുത്തുവിട്ടെ. നമ്മൾ ഓവറായിട്ട് ഒരുപാട് സാധനമൊന്നും കൊടുത്തില്ല കേട്ടോ. 2 ബിസ്ക്കറ്റേ കൊടുത്തുള്ളൂ. എന്താണെങ്കിലും ആൾ 3:30 ആകുമ്പോൾ വീട്ടിലെത്തും. വീട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെ ചായയും വീട്ടിലുണ്ടാക്കി എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ആയിട്ട് കൊടുക്കും. വരുമ്പോഴേ അവന് കുളിക്കുക, പിന്നെ നേരെ ഹോംവർക്ക് ചെയ്യുക. അതാണ് കൊച്ചിൻ്റെ റൂട്ടീൻ. എവാൻകുട്ടൻ യൂണിഫോമൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇവനൊക്കെ ജനിച്ചത് തന്നെ എനിക്കിപ്പോഴും മനസ്സിലുള്ളത്. പെട്ടെന്നാണ് കുട്ടികൾ വളരുന്നത്. ഈ ഒരു സമയം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടും നിഷ്കളങ്കമായിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് നല്ല രസമാണ് വർത്താനമൊക്കെ കേൾക്കാൻ. അവനെന്ന് പറഞ്ഞാൽ കുറച്ച് കൊഞ്ചി സംസാരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എവാൻകുട്ടനോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക ഒരു സുഖം കേട്ടോ. അപ്പോൾ അവൻ്റെ പല്ലിന് ചെറിയൊരു പോതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾ എന്ത് കഴിച്ചാലും അതിനുള്ളിൽ കയറിയിരിക്കും. അപ്പോൾ അതാണ് കാണിക്കുന്നത്. ഒന്ന് ചിരിക്കാൻ പറഞ്ഞാലാണ് അവൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അത് കഴിയുമ്പോൾ നമ്മുടെ ചേട്ടച്ചാരെത്തി. എബൂട്ടൻ പഠിക്കുന്ന 2ാം ക്ലാസ്സിലാട്ടോ. രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. സെൻറ്റ് ജോസഫ് LP സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് ചേട്ടായി 2ആളെയും കൂടി കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ സ്കൂൾ ബസ്സിനാണ് പോകാറുണ്ടായിരുന്നത്. ഇന്ന് ഞങ്ങൾ സ്ഥലത്തില്ലായിരുന്നു. അമ്മയുടെ വീട്ടിൽ പോയിട്ടാണ് വന്നത് രാവിലെ. അതുകൊണ്ട് ഞങ്ങൾക്ക് സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അവർ ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണ്. ഇങ്ങനെ പിള്ളേർ സ്കൂളിൽ പോകുമ്പം അവർ പോയി കഴിഞ്ഞാൽ ഭയങ്കര ശാന്തമാണ് കേട്ടോ. പോണ വരെയും ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരിക്കും. പോയി കഴിഞ്ഞാൽ ഭയങ്കര ശാന്തമാണ്. അപ്പോൾ 2ആളെയും ചേട്ടായി ഓട്ടോയെ കയറ്റി കൊണ്ടാക്കാൻ പോവുകയാണ്. ഇനി 3:30 ആകുമ്പോൾ വന്നു കഴിയുമ്പോഴേക്കും എബൂട്ടൻ ട്യൂഷന് പോകും. കുളിച്ചൊരുങ്ങിയിട്ട് ട്യൂഷന് പോകും. അപ്പോൾ എന്തിനാണ് ഇത്രയും ചെറിയ കൊച്ചിനെ ട്യൂഷന് വിടുന്നതെന്ന് ആരും ആലോചിക്കേണ്ട. എന്നോട് 2-3 പേരെ ചോദിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ചേച്ചിയുടെ അടിക്കലായിരുന്നപ്പോൾ അവൻ മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ നമ്മുടെ ആരുടെ അടിക്കാൻ അവൻ ഇരിക്കില്ല. അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാ പിള്ളേരുടെയും കൂടി അവൻ പഠിക്കുകയും ചെയ്തോളും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അവർ ടാറ്റ പറഞ്ഞു പോയി. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.